കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖമാണ്. ഞാൻ ഒരു കുഞ്ഞൊരു വീഡിയോ ഇട്ടു. കഴിഞ്ഞ ദിവസം ഒരു കുക്കിംഗ് വീഡിയോയും ഇട്ടു. കൂട്ടുകാർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. എന്നാലും ഞാൻ ഇട്ടതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കുക്കിംഗ് വീഡിയോ ഇടുന്നത്. എല്ലാ കൂട്ടുകാരും അത് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഇന്ന് ഒന്നും ചെയ്യാതെ ഇവിടെ വന്നിരിക്കുകയാണ്. കുറച്ച് സമയമായി വന്നിട്ട്. ഇനിയും ഉണ്ട്, അടുക്കളപ്പണിയൊക്കെ ഉണ്ട്. അത് കുറച്ച് കഴിഞ്ഞ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊച്ചു വർത്താനം പറഞ്ഞിട്ട് പോയി ചെയ്യാമെന്ന് വിചാരിച്ചു. കൂട്ടുകാരെ, ഇവിടെ ഇരിക്കുന്നു. ഓരോരോ സംഭവങ്ങളാണ്. എന്നും നമ്മൾ നല്ല കുറച്ച് സമാധാനത്തോടു കൂടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണാം ചില ആളുകൾ നമ്മളെ അങ്ങ് നെഗറ്റീവ് ആക്കാനായിട്ട് മാക്സിമം ശ്രമം നടത്തും. അത് അവരുടെ ഒരു ഹോബിയാണ്. അവർക്കത് ചെയ്യുമ്പോൾ നല്ലൊരു മനസ്സമാധാനം കിട്ടും. അതിന് പറയുന്ന പേരാണ് ചില സാഡിസ്റ്റുകളെന്ന്. നമ്മളെ ഹർട്ട് ചെയ്യുകയും നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ചില ആളുകൾ സിനിക്കായിരിക്കും. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അത് നമ്മൾ എവിടെ ആയാലും, നമ്മളെ വീട്ടിലായാലും, നമ്മുടെ ചെല്ലുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില ജോലി സ്ഥലങ്ങളിലായാലും എവിടെയായാലും അങ്ങനെയുള്ള ആളുകൾ കാണും. നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യുന്ന കണക്കിരിക്കും നമ്മളുടെ അവസ്ഥ. നമ്മൾ ഇതൊന്നും മനസ്സിലെടുക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതുകൊണ്ട് വിഷയമില്ല. നമ്മൾ മനസ്സിലെടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. അതിൽ ഇതൊന്നും ഗവനിക്കരുത്, മൈൻഡ് ചെയ്യരുത്. അങ്ങനെ പോകുന്നവർക്ക് ഒരു കുഴപ്പമില്ല. എന്നാൽ ചില മനസ്സുകൾ വളരെ ദുർബലമായ മനസ്സുകളായിരിക്കും. അവർക്ക് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കിട്ടിയാൽ അത് അവരെ വളരെയധികം വേദനിപ്പിക്കും. അവർ ഈ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അവരുടെ ജീവിതം മൊത്തം ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കും. ഈ പറയുന്നവർ വീണ്ടും വീണ്ടും പറഞ്ഞ് അവരെ ആനന്ദം അതിലിങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കും. അത് അവർക്ക് മാറ്റാൻ പറ്റത്തില്ല. കാരണം അവർ വളർന്ന സാഹചര്യവും അങ്ങനത്തെ പേഴ്സൺസാണ്. അതിന് നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഓരോ പേഴ്സണെയും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതികൾ വ്യത്യസ്തമായിരിക്കണം. ഓരോ മനുഷ്യരെയും കണ്ടറിഞ്ഞ് അവരുടെ ആറ്റിറ്റ്യൂഡ് നമ്മളോടുള്ളത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകണം. ഇല്ലെങ്കിൽ ഇത് ജീവിതത്തിൽ വളരെയധികം ദോഷം ചെയ്യും. നമ്മളെ വളരെയധികം തളർത്തുന്ന ആളുകൾ കൊണ്ട് നമ്മളെ നല്ല മോൾഡ് ചെയ്ത് നല്ല മുന്നോട്ട് മോട്ടിവേഷനും ഒക്കെ തന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തികളുമുണ്ട്. ഈ ഇതിൻ്റെ ഇടയ്ക്കുള്ള ആളുകളുമുണ്ട്. അപ്പോൾ ഈ പലതരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളെ വളരെ ബുദ്ധിപൂർവ്വം നേരിട്ടില്ലെങ്കിൽ കാരണം ഇത് നിത്യേന സംഭവിക്കുന്നതാണ്. ഇത് അവർക്ക് വളരെ നിസ്സാരമായിരിക്കും. പക്ഷേ നമുക്കിത് നമ്മുടെ മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ സ്ട്രെസ്സ് കൂടുമ്പോഴാണ് നമുക്കുള്ള മുടിയും എല്ലാം പൊഴിഞ്ഞ് നമ്മുടെ സൗന്ദര്യവും നമ്മുടെ രൂപവും എല്ലാം മാറി. ചില ആളുകളെ കാണുമ്പോൾ തന്നെ അറിയാം എന്തൊക്കെയോ സങ്കടങ്ങളുണ്ടെന്ന്. അന്നേരം ഇത് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. ഈ സ്ട്രെസ് എന്ന് പറയുന്നത് നിസ്സാരക്കാരനല്ല. നമ്മളെ തകർത്ത് കളയാനും ഇതിന് കഴിയും. ഓരോ ആളുകളും അതുകൊണ്ട് മനസ്സിലാക്കണം. ഓരോ ആളുകളെയും എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത്. അതനുസരിച്ച് വേണം മുന്നോട്ട് പോകേണ്ടത്. കുറേയൊന്നും നമ്മൾ മനസ്സിലെടുക്കരുത്. ഈ മനസ്സിൽ കൊണ്ട് നടക്കുമ്പോഴാണ് ഇത് തകർത്ത് കളയുന്നത്. നമ്മളതുകൊണ്ട് പല കാര്യങ്ങളും കണ്ടില്ല കേട്ടില്ലെന്ന് വെച്ച് അങ്ങ് മുന്നോട്ട് പോകണം. നമ്മുടെ വീട്ടിലായാലും നമുക്ക് സ്ട്രെസ്സ് തരാനായിട്ട് ആളുകൾ കാണും. നമ്മുടെ എവിടെയെങ്കിലും ചെന്നാലും നമുക്ക് സ്ട്രെസ്സ് തരാനായിട്ട് ആളുകൾ കാണും. ഇത് മനഃപൂർവ്വം കരുതിക്കൂട്ടി ഇവർ ചെയ്യുന്നതാണ് നമ്മളെ തകർക്കാനായിട്ട്. ആ തളർച്ചയിൽ നിന്ന് നമ്മൾ പല പാഠങ്ങളും പോസിറ്റീവ് പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മളതിന് വേണ്ടി ചെയ്യേണ്ടുന്നത് പോസിറ്റീവായിട്ടുള്ള മെൻ്റലി നല്ല സ്ട്രെങ്ത് കിട്ടുന്നതിന് വേണ്ടുന്ന പിന്നെ മോട്ടിവേഷനൊക്കെ തരുന്ന ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഈ ടി വിയിലും യൂട്യൂബിലും നല്ല നല്ല വ്യക്തികളെല്ലാം ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. മുതുകാട് അങ്ങനെയൊക്കെയുള്ള പ്രൊഫസർ മുതുകാട് അദ്ദേഹത്തിൻ്റെയൊക്കെ നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകളും എല്ലാം ഇങ്ങനെ കേൾക്കുകയാണെങ്കിൽ ഈ നെഗറ്റിവിറ്റിയെ കുറച്ചൊക്കെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. പിന്നെ നമുക്ക് താല്പര്യമുള്ള ആളുകളുമായിട്ട് മാത്രം നമ്മൾ ഈ
ഇങ്ങനെ സഹവർത്തിത്വം പുലർത്തണം. അല്ലാതെ മറ്റുള്ള ആളുകളെ നമ്മളങ്ങ് ഒഴിവാക്കണം. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട. നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നമ്മളെ ഫ്രണ്ട്സിനെയും ഈ നെഗറ്റീവ് നമ്മളെ സിനിക്കുകൾ, അതുപോലെ തന്നെ നമ്മളെ ഈ സ്ട്രെസ്സ് തരാനായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ചില വ്യക്തികൾ, ഈ എന്ന് വെച്ചാൽ സാഡിസ്റ്റുകൾ, നമ്മളെ മാക്സിമം തളർത്തി നമ്മളെ വേദനിപ്പിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ടീമുകളെയൊക്കെ നമ്മൾ പിന്നെ അവോയ്ഡ് ചെയ്ത് അതിൽ നിന്നെല്ലാം നമ്മൾ ഉയർത്തെഴുന്നേറ്റ് നമ്മൾ വരണം. അതിന് നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആവണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യണം. നല്ല ബുക്കുകളൊക്കെ വായിക്കണം. നമ്മുടെ മനസ്സിനെ മറ്റുള്ള കാര്യങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും തിരിച്ചു വിടണം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. നല്ല ബുക്കുകളൊക്കെ വായിക്കാം, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാം. പിന്നെ മാത്രമല്ല നല്ല ഈ പാവപ്പെട്ട പുവർ ഹോമുകളൊക്കെ സന്ദർശിക്കാം. പിന്നെ അമ്പലങ്ങളിലൊക്കെ പോകാം. അങ്ങനെ നമ്മുടെ മൈൻഡിനെ പല കാര്യങ്ങളിലേക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റിയിലൊക്കെ ഏർപ്പെടാം. നമ്മുടെ വീട്ടിൽ വല്ല പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ കുറേ ചെടികളൊക്കെ നട്ട് വളർത്താം. നമ്മളെ മുതിർന്ന അമ്മമാരെ, അച്ഛനെ, അവരെ ഈ മുത്തച്ഛന്മാരെയും മുത്തശ്ശിമാരെയൊക്കെ നല്ല പരിചരിക്കാം. നമുക്ക് ഇഷ്ടമുള്ള ആളുകളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാം. നമ്മളോടൊപ്പം നമുക്ക് പറ്റുന്ന ആളുകളുമായിട്ട് നമുക്ക് വല്ല യാത്രകളുമൊക്കെ പോകാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ മനസ്സിനെ മാറ്റി നമ്മൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണം. ഈ നെഗറ്റീവായിട്ടുള്ള ആളുകൾ ഒരുപാടെണ്ണം സമൂഹത്തിലുണ്ട്. അതേപക്ഷം നല്ല സ്നേഹമുള്ള നമ്മൾ നന്നാവണമെന്ന് നമ്മൾക്കത് ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് മാനസിക ബുദ്ധിമുട്ടിലോട്ട് നമ്മൾ കാരണം ആകരുത്. നമ്മൾ മൂലം ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് ചിന്തിക്കാത്ത ആളുകളെ നമ്മൾ അങ്ങ് അവഗണിച്ച് അവരെ ഒരിക്കലും നമ്മൾ മൈൻഡ് ചെയ്യാതെ അങ്ങ് മുന്നോട്ട് പോയാൽ നമുക്ക് പോസിറ്റീവായിട്ട് നല്ല ഇതായിട്ടും പോകാം. പിന്നെ നല്ല ഉയർന്ന സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുടെ പ്രസംഗങ്ങളൊക്കെ കേൾക്കണം. ആ പ്രസംഗങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യം കിട്ടും. ഇപ്പോൾ ഈ അടുത്തിടയ്ക്കൊരു കളക്ടർ അദ്ദേഹത്തിൻ്റെ കുറേ അനുഭവങ്ങളൊക്കെ പറഞ്ഞു. ഈ നെഗറ്റിവിറ്റിയിലൂടെ അദ്ദേഹം പോസിറ്റീവായി അവസാനം ഒരു മീനിയൽ ജോബ്സൊക്കെ ചെയ്ത് ജീവിച്ചിരുന്ന ആ വ്യക്തി ഈ മോട്ടിവേഷനിലൂടെ ഇങ്ങനെ ഈ നെഗറ്റിവിറ്റി കുറേ അങ്ങായപ്പോഴത്തേനാണ് പോസിറ്റിവിറ്റിയിലേക്ക് വന്ന് ഇത്രയും ഉയർന്ന പദവിയിലൊക്കെ എത്തിയതെന്നൊക്കെയുള്ള ഇങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകളെല്ലാം നമ്മൾ കേട്ട് പിന്നെ നമ്മൾ നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയെങ്കിലേ പറ്റൂ. ഈ നെഗറ്റീവ് പീപ്പിൾ എല്ലായിടത്തും ഉണ്ട്. നെഗറ്റിവിറ്റിയെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റത്തില്ല. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ, എല്ലാ സ്ഥലങ്ങളിലും, നമ്മുടെ നിത്യജീവിതത്തിൽ എന്തിനു പറയുന്നു, നമ്മളൊരു വീട്ടിൽ താമസിക്കുന്നു, 3-4 മക്കളുണ്ടെന്ന് വെച്ചോ, അവർക്കിടയിൽ പോലും ഈ വിഷയങ്ങൾ കാണും. എല്ലാവരുടെയും സ്വഭാവം പലതരത്തിലുള്ളതാണ്. അത് നമുക്ക് എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. ചിലപ്പോൾ എല്ലാവരുമായിട്ട് നല്ല ഇതിലായിട്ട് പോകാൻ പറ്റും, നല്ല സ്നേഹത്തോടു കൂടി. ഇതൊക്കെയാണ് നമ്മുടെ ഈ നാടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഓരോ വ്യക്തികളുടെയും അവസ്ഥ. ഈ സ്ട്രെസ് എന്ന് പറയുന്നത് അത്ര നിസ്സാരക്കാരനല്ല. അത് തകർക്കും, നമ്മളെ കൊല്ലും. അതിനകത്തോട്ട് ഇറങ്ങിപ്പോവരുത് ആരും. എല്ലാവരും ഈ സ്ട്രെസ് ഇല്ലാതാക്കാൻ, ആ സ്ട്രെസ്സിനെ പറ്റി ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് ഇപ്പോൾ പഠിച്ചതാണ്. നമ്മൾ അതിനെപ്പറ്റി മാത്രം ചിന്തിക്കാതിരിക്കുകയാണെങ്കിലുണ്ടല്ലോ ഈ നെഗറ്റിവിറ്റി അങ്ങ് മാറും. നമ്മൾ വേറെ ഏതെങ്കിലും വിഷയത്തിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റി വിടുക. അങ്ങനെയാണ് എനിക്കിപ്പോൾ ഈ നെഗറ്റിവിറ്റി എൻ്റെ മനസ്സിനെ അലട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് കുറേ മാറിയെന്തെന്ന് വെച്ചാൽ ഈ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇതിടുമ്പം അത്രയും സമയം അങ്ങനെ അങ്ങ് പോകും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ വിളിച്ച് ഫ്രണ്ട്സുമായിട്ട് ആരെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ കുറേ സംസാരിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ സ്ട്രെസ്സിനെ ഒഴിവാക്കുന്നത്. എനിക്കും ഈ സ്ട്രെസ്സുകൾ വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണമല്ലോ ഞാൻ ഈ സ്ട്രെസ്സിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത്. എല്ലാ കൂട്ടുകാരും അത് മനസ്സിലാക്കണം. നല്ല കാര്യങ്ങൾ, ഈ സ്ട്രെസ്സിൽ നിന്നും തകർച്ചയിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള ആളുകളുടെ കാര്യങ്ങൾ കൂടുതൽ വായിക്കുകയും അതിനെപ്പറ്റി പഠിക്കുകയും അത് കാണുകയും ചെയ്യുമ്പോൾ നമ്മൾ സ്വയം മോട്ടിവേറ്റഡ് ആകും. നമ്മൾ സ്വയം മോട്ടിവേറ്റഡ് ആകാനേ പറ്റൂ. നമ്മളെപ്പോഴും കൊള്ളത്തില്ല, അങ്ങനെ ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞ് തളർത്തുന്ന വ്യക്തികളെ അടുത്ത് നമ്മൾ ഇങ്ങനെ ജീവിച്ചെങ്കിലും പോകണമെങ്കിൽ ഇങ്ങനെ ഇതേ ഉള്ളൂ മാർഗം കൂട്ടുകാരെ. വേറെ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. ഇതെല്ലാം ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് ഞാനീ പറയുന്നത്. എല്ലാവരും അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം കൂട്ടുകാരെ.
നല്ല പവർഫുൾ പേഴ്സൺസായിട്ട് എല്ലാവരും വളർന്നു വരണം. എല്ലാവരും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, എല്ലാവരെയും സ്നേഹിക്കുക. നമ്മളൊരിക്കലും മറ്റൊരാളിന് നെഗറ്റിവിറ്റി ആകെ നെഗറ്റീവ് പേഴ്സണായിട്ട് നമ്മളെ ആരും കാണരുത്. നമ്മളെ എല്ലാവരും നമ്മളെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവണം. നമ്മളെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഒരാൾക്കും ഒരു വേദനയും കൊടുക്കരുത്. വേദന ഇങ്ങനെ കൊടുത്താൽ തിരിച്ച് നമുക്ക് കിട്ടും. വിതച്ചത് കൊയ്യുമെന്ന് പറയത്തില്ലേ, അത് തിരിച്ച് എന്തായാലും എപ്പോഴെങ്കിലും ഒരു അവസരത്തിലെങ്കിലും കിട്ടും. അതാരും മറക്കരുത് കൂട്ടുകാരെ. അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, എല്ലാവരെയും സ്നേഹിക്കുക. ആർക്കും നമ്മളെ ഭാഗത്തു നിന്നൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ഈവനിങ്. ഗുഡ് നൈറ്റിന് സമയമായില്ല. എല്ലാവർക്കും ഗുഡ് ഈവനിങ്.